നമസ്കാരം. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടേത് മരണമല്ല, അത് കൊലപാതകമാണെന്ന രീതിയിലുള്ള പുതിയ വെളിപ്പെടുത്തലുകളുമായിട്ടാണ് അന്വേഷണ കമ്മീഷൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. തമിഴ്നാട്ടിലേറെ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് ഈ വെളിപ്പെടുത്തലുകൾ. അന്വേഷണ കമ്മീഷൻ ആരോപിക്കുന്ന ആരോപണങ്ങൾ ഇങ്ങനെയാണ്. അതായത് ജയലളിതയ്ക്ക് വേണ്ട രീതിയിലുള്ള ചികിത്സ നൽകാൻ അപ്പോളോ ആശുപത്രി തയ്യാറായില്ല എന്നും ഇത് തമിഴ്നാട് ആരോഗ്യ വകുപ്പ് സെക്രട്ടറി രാധാകൃഷ്ണന്റെയും ശശികലയുടെയും ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടന്ന ഒരു വലിയ പദ്ധതി എന്നുള്ളതാണ് അന്വേഷണ കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നുള്ളത്. ഒപ്പം വ്യക്തമാക്കുന്നുള്ളത് ജയലളിതയുടെ ആരോഗ്യനില അതീവ മോശമായ സാഹചര്യത്തിൽ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള, അതായത് ചികിത്സയ്ക്ക് വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം തമിഴ്നാട് ചീഫ് സെക്രട്ടറി ആയിരുന്ന രാമമോഹന റാവു അത് തടയുകയായിരുന്നുവെന്നും അപ്പോളോ ആശുപത്രിയിൽ ചികിത്സിച്ചാൽ മതിയെന്ന ഒരു നിലപാട് എടുക്കുകയുമായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ കമ്മീഷൻ പുതിയതായിട്ട് ആരോപിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ ആരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന രീതിയിലുള്ള പരാമർശങ്ങളായിരുന്നു പണ്ട്, അതായത് ജയലളിതയുടെ മരണം നടന്ന സമയത്ത് ഒ പനീർശെൽവം വളരെ വ്യക്തമായിട്ട് ആരോപിച്ച കുറച്ച് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ജയലളിതയുടേത് മരണമല്ല എന്നും ശശികലയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ജയലളിതയുടെ മരണം ആഗ്രഹിച്ചിരുന്നുവെന്നും അതിനുവേണ്ടി ജയലളിതയെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ അവർ തയ്യാറായി നിന്നിരുന്നുവെന്നും ഒ പനീർശെൽവം അന്ന് ആരോപിച്ചിരുന്നു. എന്നാൽ ആ ആരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തലുകൾ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അന്വേഷണ കമ്മീഷന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ പുതിയ ആരോപണങ്ങളെ നിഷേധിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ് ആരോഗ്യ വകുപ്പ് സെക്രട്ടറിയും അപ്പോളോ ആശുപത്രി അധികൃതരും. എന്നാൽ ഇത് തമിഴ്നാട്ടിൽ ഈ പുതിയ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടുകൾ, പുതിയ അന്വേഷണ കമ്മീഷന്റെ ഈ പുതിയ വെളിപ്പെടുത്തലുകളൊക്കെ തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള ഒരു വിവാദം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ ഏറെ സുരക്ഷ ഒരുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.